ഛത്തീസ്ഗഡിലേക്കാണ് ആദ്യം വൻ മാവോയിസ്റ്റ് വേട്ട അവിടെ തുടരുന്നു. 10 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുണ്ട്. ബിജാപൂരിൽ അടക്കം ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിഷ്ണു. ഛത്തീസ്ഗഡിൽ രാവിലെ ഛത്തീസ്ഗഡിലെ ദന്തേവാഡ മേഖലയിൽ ഉണ്ടായിട്ടുള്ള IED സ്ഫോടനത്തിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റിരുന്നു. അതിന് പിറകെയാണ് CRPFും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നുകൊണ്ട് കാര്യക്ഷമമായിട്ടുള്ള പരിശോധന ദന്തേവാഡയിലും കൂടാതെ ബീജാപൂരിലും ഗരിയാബന്ദ് മേഖലയിലും എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ഗരിയാബന്ദ് മേഖലയിൽ നടത്തിയിട്ടുള്ള സുരക്ഷാ സേനയുടെ പരിശോധന ഏറ്റുമുട്ടലെത്തുകയും അതിശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ 10 മാവോയിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ സൈന്യം തലയ്ക്ക് വിലയിട്ടിട്ടുള്ള ഭീകരൻ, അതായത് മാവോയിസ്റ്റ് നേതാവ് മോഡം ബാലകൃഷ്ണൻ എന്ന മനോജ് ഉൾപ്പെടെ 10 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ഗരിയാബന്ദ് മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് നടക്കുകയാണെന്നും മേഖലയിലേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് റായ്പൂർ റേഞ്ച് IG അമേഷ് മിശ്ര അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദന്തേവാഡ മേഖലയിൽ മാവോയിസ്റ്റ് ഭീകരർ നടത്തിയിട്ടുള്ള IED സ്ഫോടനത്തിൽ രാവിലെ 2 ജവാന്മാർക്ക് പരിക്കേറ്റിരുന്നു. അതിൻ്റെ തിരിച്ചടി എന്നുള്ള രീതിയിലാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ സംയുക്ത പരിശോധന CRPFും ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് നടത്തിയിട്ടുള്ളത്. അതിലാണ് സർക്കാർ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരൻ മോഡം ബാലകൃഷ്ണ എന്ന മനോജ് ഉൾപ്പെടെ 10 മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഛത്തീസ്ഗഡ് മേഖലയിൽ നിന്ന് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കിക്കൊണ്ട് മാവോയിസ്റ്റ് തെലങ്കാന വനപ്രദേശങ്ങളിലും ഒപ്പം ഒഡീഷ മേഖലയിലുമെല്ലാം തന്നെ മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള നടപടികൾ രാജ്യത്ത് സുരക്ഷാ സേന സ്വീകരിച്ചു വരികയാണ്. ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി നിയമാനുസൃതമായ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാവുക, അതല്ലെങ്കിൽ അതിശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുന്നത്. കൂടാതെ 2026 രാജ്യത്തു നിന്ന് ഈ ചുവപ്പൻ ഭീകരത, മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട നടത്തിയിട്ടുള്ളത്. ഗരിയാബന്ദ് മേഖലയിൽ നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിൽ സർക്കാർ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള കൊടും ഭീകരനുൾപ്പെടെ 10 മാവോയിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത്. അനു.